മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അഫ്ഗാനിസ്ഥാനിൽ കടുത്ത നിയമങ്ങളാണല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് അടുത്ത വീട്ടിലേക്ക് നോക്കിയാൽ സ്ത്രീകളെ കാണുന്ന തരത്തിൽ ജനാല പോലും പാടില്ലെന്ന്. ഇങ്ങനെ കടുത്ത നിയമങ്ങളൊക്കെയാണോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്? അതെ, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം പാസ്സാക്കിയിട്ടുള്ള ഒരു ഉത്തരവാണ് ഈ താലിബാൻ ഭരണകൂടം. അതായത് സുനിജിയുടെ വീട്, അയൽപക്കത്തെ വീട്ടിൽ ചില സ്ത്രീകളൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ, അവർ അടുക്കളയിൽ പണിയെടുക്കുന്നു, കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നു, അപ്പൊ ഈ ജനാലയിൽ കൂടി കാണുമല്ലോ, അത് പാടില്ല. അതുകൊണ്ട് സുനിജി ഈ വീട് പണിയാണെങ്കിൽ അങ്ങനത്തെ ജാലകങ്ങൾ വെക്കാൻ പാടില്ല, ഒഴിവാക്കിക്കണം. അങ്ങനത്തെ സ്ത്രീകളെ കാണുന്ന അതായത് അഫ്ഗാൻ സ്ത്രീകൾ ജീവിക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്ന ജാലകങ്ങൾ ഒഴിവാക്കണം, പാടില്ല. ഇതാണ് ഇപ്പോൾ പുതിയ നിയമം. അപ്പോൾ താലിബാൻ വക്താവ് സബീനുള്ള മുജാഹിദ് പറഞ്ഞിട്ടുണ്ട്, താലിബാന്റെ വക്താവ് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് സ്ത്രീകൾ അടുക്കളയിൽ പണിയെടുക്കുന്നുണ്ടാവും, മുറ്റത്ത് പണിയെടുക്കുന്നുണ്ടാവും, പിന്നെ കിണറിൽ നിന്ന് വെള്ളമെടുക്കുന്നുണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അശ്ലീലം തോന്നാം, ഒബ്സീനിറ്റി, വികാരം ഒക്കെ ഉണ്ടാകാം. അതോ സംഭവിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ജാലകങ്ങൾ വേണം, ഒഴിവാക്കണം. ജാലകങ്ങൾ പാടില്ല വീടുകളിൽ, അത് ഒഴിവാക്കണം. അതാണ് പറഞ്ഞത്. അപ്പോൾ 3 വർഷം മുമ്പാണ് താലിബാൻ അവിടെ വന്നത്. അമേരിക്കയുടെ അധിനിവേശം 2021 അവസാനിച്ചു. അത് കഴിഞ്ഞ് താലിബാൻ ഓരോ ദിവസവും ഈ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ ധാരാളമായിട്ട് പാസ്സാക്കുന്നുണ്ട്, പറയുന്നൊക്കെ ഉണ്ട്. എല്ലായിടത്തു നിന്നും സ്ത്രീകളെ ഒഴിവാക്കുകയാണ്. ഇപ്പോൾ 5ാം ക്ലാസ് വരെ പഠിക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള നിയമമൊക്കെ വന്നു. ഹയർ സെക്കൻഡറി, കലാശാലകൾ, നഴ്സിംഗ് വരെ. ആകെ അവർക്ക് ഉപജീവന മാർഗമായിട്ടുണ്ടായിരുന്നത് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. അവിടെയും പഠിക്കണ്ട, അത്ര മേഖലയിലേക്ക് പഠിക്കാൻ പോകണ്ട. 2 ആഴ്ച മുമ്പ് അങ്ങനെ ഒരു ഉത്തരവ് വന്നിരുന്നു. അപ്പോൾ സ്കൂള്, കലാശാല, തൊഴിലിടങ്ങൾ, പാർക്കുകൾ, ഇങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും അവരെ ഒഴിവാക്കി കഴിഞ്ഞു. അവർക്കൊരു വിനോദോപാധിയില്ല, തൊഴിൽ ഉപാധികളില്ല, വിദ്യാഭ്യാസ ഉപാധികളില്ല. ഇതൊക്കെയാണ് ശരീഅത്ത് എന്നാണ് താലിബാൻ പറയുന്നത്. ശനിയാഴ്ച ഒരു പ്രസ്താവന താലിബാൻ ഭരണകൂടത്തിൻ്റെ വന്ന ഇതാണ്: പുതിയ കെട്ടിടങ്ങളിൽ ജാലകങ്ങൾ വേണ്ട. എങ്ങനത്തെ ജാലകങ്ങൾ? മുറ്റം, അടുക്കള, അയൽക്കാരൻ്റെ കിണർ തുടങ്ങി സ്ത്രീകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലേക്ക് നോക്കുന്ന ജാലകങ്ങൾ പാടില്ല. അതാണ് മുഴുവൻ ഉത്തരവ്. ഇങ്ങനെയാണ് വാചകം അതിലെ. അപ്പോൾ നഗരസഭകൾ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. സഭകളും നഗരസഭകളിലെ ബന്ധപ്പെട്ട വകുപ്പുകളും ഈ പുതിയ വീടുകളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയ പാർപ്പിട സമുച്ചയങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ മേൽനോട്ടം നഗരസഭകളും വകുപ്പുകളൊക്കെ വഹിക്കണം. അവർ പോയി നോക്കണം. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയൽക്കാരൻ്റെ വസ്തു കാണുന്ന വിധത്തിൽ ജാലങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ചു കളയണം. അങ്ങനെ ജനാല ഉണ്ടെങ്കിൽ ഉടമകൾ ഭിത്തി കെട്ടി ആ ജനാലകൾ അടയ്ക്കുകയും വേണം. അയൽക്കാർക്ക് ഉണ്ടാകുന്ന ശല്യം, ഈ ജാലകങ്ങൾ വഴി ഉണ്ടാകുന്ന ശല്യം ഒഴിവാക്കത്തക്ക വിധത്തിലുള്ള ഭിത്തികൾ ഒക്കെ കെട്ടി ജാലകത്തിൻ്റെ പുറത്തുകൂടി ജാലകം ഇടിച്ചു നിരത്തി അവിടെ അടയ്ക്കുക. ആ പണിയൊക്കെ എടുക്കണം. അപ്പോൾ ഇസ്ലാമിക നിയമം സ്ത്രീക്കും പുരുഷനുമുള്ള അവകാശങ്ങളൊക്കെ നൽകുന്നുണ്ട് എന്നാണ് താലിബാൻ പറയുന്നത്. പക്ഷെ ഫലത്തിൽ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് അവിടെ ഒരു അവകാശവും ഇല്ല. അവിടെ അഫ്ഗാനിസ്ഥാനിൽ മിനിസ്ട്രി ടു ദി പ്രൊപ്പഗേഷൻ ഓഫ് വെർച്യൂ ആൻഡ് പ്രിവെൻഷൻ ഓഫ് വൈസ്, അതായത് ധർമ്മം പടർത്താനും നന്മ പടർത്താനും തിന്മ അവസാനിപ്പിക്കാനുമുള്ള വകുപ്പ്, അങ്ങനെ ഒരു മന്ത്രിയും ഉണ്ട്, വകുപ്പുമുണ്ട്. അതിന് പ്രത്യേകം മന്ത്രിയുണ്ട്. തിന്മ അവസാനിപ്പിക്കുക, നന്മ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ അവിടെ വൈസ് ആൻഡ് വെർച്യൂ ലോസ്, നന്മ തിന്മകളുടെ നിയമം പാസാക്കിയിരുന്നു. പൊതുഗതാഗതം, സംഗീതം, ക്ഷൗരം, ആഘോഷം തുടങ്ങിയൊക്കെ സംബന്ധിച്ച, അതിൽ ക്ഷൗരം എന്നുണ്ട്,
സംബന്ധിച്ച നിയമങ്ങളാണത്. 114 പേജുണ്ട്, 35 വകുപ്പുകളും ഉണ്ട് അതിൽ. അപ്പോൾ അത് ഇതൊക്കെ ലംഘിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ള മുന്നറിയിപ്പ്, അറസ്റ്റ് ചെയ്യും എന്നുള്ള മുന്നറിയിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് തിന്മ, എന്തൊക്കെയാണ് നന്മ, മതപരമായിട്ടുള്ളത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. പൊതുസ്ഥലത്ത് സ്ത്രീകൾ ശരീരം മറക്കണം, മുഖം മറക്കണം, മൊത്തം ശരീരം മറക്കണം. നേരിയ വസ്ത്രം തിൻ ആകരുത്, മുഖം മറയ്ക്കുന്നത് മൊത്തത്തിലുള്ള വസ്ത്രമാണ്. അത് ശരി, അത് ഭയങ്കര കട്ടിയുള്ളതായിരിക്കണം, കട്ടിയുള്ള ആയിരിക്കും. നമ്മുടെ ഇവിടെ ആണെങ്കിൽ നേരിയത് എന്ന് പറഞ്ഞു തന്നെ ഒരു വസ്ത്രമുണ്ട്, അർത്ഥത്തിലല്ല, ഇത് തിൻ എന്നുള്ള അർത്ഥത്തില് കട്ടിയുള്ളത്, സുതാര്യമായത് എന്ന് പറയുന്നത്. അങ്ങനെ ആകാൻ പാടില്ല. ടൈറ്റ് ആകരുത്, ഇറുകി പിടിച്ചത്, ലൂസായിട്ട് അത് പാടില്ല. പിന്നെ ചെറുത് ഷോർട്ട് അതാകരുത് എന്ന് പറഞ്ഞാൽ കണങ്കാലി കാണുന്നതും അങ്ങനത്തെ പരിപാടിയൊന്നും പറ്റില്ല. അപരിചിതരായ പുരുഷന്മാർക്ക് മുമ്പിൽ സ്ത്രീകൾ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് പല വികാരങ്ങളും ഉണ്ടായിന്ന് വരും. അപ്പോൾ വികാര ശമനത്തിലാക്കിയുള്ള നിയമങ്ങളാണ് ഇപ്പൊ വിർച്വൽ വൈസ് കൊണ്ടുവന്നിരിക്കുന്നത്. ബന്ധുക്കളല്ലാത്തവരെ നോക്കാനേ പാടില്ല സ്ത്രീകളെ. സ്ത്രീകൾ ഒക്ടോബറിലൊരു നിയമം വന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സ്ത്രീകൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കരുത്. ഖുർആൻ അങ്ങനെ ഉച്ചത്തിൽ വായിക്കരുത്. ഒരു മുതിർന്ന സ്ത്രീ വേറൊരു മുതിർന്ന സ്ത്രീയുടെ സാന്നിധ്യത്തിൽ ഉച്ചത്തിൽ ഖുർആൻ ഉരുവിടാൻ പാടില്ല, ഖുർആനിലെ വചനങ്ങൾ ഉരുവിടാൻ പാടില്ല. അപ്പോൾ വൈസ് ആൻഡ് വെർച്യുവിൻ്റെ മന്ത്രി അവിടെ ഖാലിദ് ഹനാഫി എന്ന് പറഞ്ഞ ഒരാളാണ്, നന്മ തിന്മകളുടെ മന്ത്രി ഖാലിദ് ഹനാഫി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പ്രായപൂർത്തിയായ സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് മുമ്പിൽ ഖുർആൻ വായിക്കരുത്, തക്ബീറും വേണ്ട, അല്ലാഹു അക്ബർ എന്ന് പറയാൻ പാടില്ല, അതാണല്ലോ തക്ബീർ. അതെ. അപ്പോൾ യാത്ര നടത്തുമ്പോൾ, സ്ത്രീകൾ യാത്ര നടത്തുമ്പോൾ ഒരു പുരുഷ രക്ഷകർത്താവ് നിർബന്ധമായും കൂടെ ഉണ്ടായിരിക്കണം. ഒറ്റയ്ക്കുള്ള യാത്രകൾ പാടില്ല. ആ മറ്റേ പേജുകളിൽ വകുപ്പ് 17 നിയമത്തിൽ ജീവനുള്ള സാധനങ്ങളുടെ ഒന്നും ചിത്രം വേണ്ട എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ഒന്നും ചിത്രം പാടില്ല. 19ാമത്തെ വകുപ്പ് സംഗീതം ആവശ്യമില്ല. യാത്രക്കാരും പിന്നെ ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ഓരോരോ സമയത്ത് ഈ ബാങ്ക് വിളിയൊക്കെ ഇല്ലേ, പ്രാർത്ഥനയൊക്കെ ഇല്ലേ, സമയം ഒരു ദിവസം 5 എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇല്ലേ, മഗ്രിബ്, അങ്ങനെ ഒരു ബസ്സിലാണ് പോകുന്നതെങ്കിൽ ആ സമയമാകുമ്പോൾ ബസ് നിർത്തിയിട്ട് ഡ്രൈവറും യാത്രക്കാരും പ്രാർത്ഥിക്കണം. ബസ് നിർത്തിയിട്ടിട്ട് കാരണം അത് സമയം കഴിഞ്ഞു പോകാൻ പാടില്ലല്ലോ, ആ കൃത്യമായ സമയത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ പിന്നെ റേഡിയോയിൽ ടെലിവിഷനിലും ഒന്നും ഇപ്പോൾ ഈ നിയമങ്ങൾ കാരണം സ്ത്രീകളുടെ സ്വരമേ കേൾക്കുന്നില്ല. അവിടെ 14 ലക്ഷം പെൺകുട്ടികൾക്ക് ഇപ്പം സെക്കൻഡറി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. 2019 ഈ ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് പ്രൈമറിയിൽ 68 ലക്ഷം പേര് പഠിക്കുന്നുണ്ടായിരുന്നു 2019. ആ 68 ലക്ഷം എന്നുള്ളത് 2022 50 ലക്ഷമായിട്ട് ചുരുങ്ങി. എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല, പ്രൈമറി സ്കൂളിൽ തന്നെ കുട്ടികൾ പോകുന്നില്ല എന്നർത്ഥം. ചെറിയ പ്രായത്തിൽ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കും. അതായത് ഇപ്പോൾ ഹയർ സെക്കൻഡറി പഠിക്കാൻ പാടില്ലല്ലോ, 5 വരെ പഠിക്കാൻ പാടുള്ളൂ. 5 വരെ പഠിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ലല്ലോ, അപ്പോൾ പിന്നെ സ്കൂളിൽ പോകണ്ട എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മിഡ്വൈഫറി ആൻഡ് നഴ്സിംഗ്. അത് കുറച്ച് നാൾ മുമ്പ് അവിടെ മിഡ്വൈഫറി ആൻഡ് നഴ്സിംഗ് കോഴ്സാണ് ആകെ സ്ത്രീകൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്, നഴ്സുമാരാവാന്നുള്ളത്. അത് രാഖി രാമായണം ഉത്തരവ് വന്നു, നാളെ മുതൽ മിഡ്വൈഫറി ആൻഡ് നഴ്സിംഗ് പഠിക്കണ്ട എന്ന് പറഞ്ഞു. 5 പരിശീലന കേന്ദ്രങ്ങൾ BBC ലേഖകനോട് സംസാരിച്ച റിപ്പോർട്ട് BBC വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയമാർ, മിഡ്വൈഫ് എന്നൊക്കെ പറഞ്ഞാൽ പ്രസവം എടുക്കുന്നതൊക്കെ അവരല്ലേ, അപ്പോൾ അതിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ
ഈ പ്രസവത്തെ തുടർന്നുള്ള മരണമൊക്കെ ആ സംഭവിക്കും. മരണമൊക്കെ കൂടുന്നുണ്ട് അവിടെ. ഇപ്പോൾ 1,00,000 പ്രസവം നടക്കുകയാണെന്നിരിക്കട്ടെ, ഉം. അതിൽ 620 അമ്മമാരും മരിക്കുന്നുണ്ട്. ഓ, ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരില്ലാത്തതിന്റെ കുഴപ്പം. 1,00,000-ൽ 620 ഉണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ. അപ്പോൾ ഈ ഒന്നിനു പിറകെ ഒന്നായിട്ട് പിന്നെ ഒരു കാടൻ നിയമങ്ങൾ തന്നെയാണ് താലിബാനിൽ നടപ്പാക്കുന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വിചാരിച്ചു ഈ താലിബാൻ ഭരണകൂടം വീണ്ടും വന്നപ്പോൾ ഇനി ഞങ്ങൾ അത്തരം നിയമമൊന്നും കർശനമാക്കുന്നില്ല. എന്നിട്ടാണ് വീണ്ടും സംഗീതം കേൾക്കരുത്, സ്ത്രീകൾ പുറത്ത് പോകണമെങ്കിൽ ഭർത്താക്കന്മാരുടെ കൂടെ പോകണം, ഏറ്റവും ഒടുവിൽ ജനാല തുറക്കരുത്, ആ രീതിയിൽ വീട് നിർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് എത്ര അപ്രായോഗികവും കൂടെ അല്ലേ? അതെ, ഇത് ഇന്ന് ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ ഇത് യാഥാർത്ഥ്യ ബോധമില്ലല്ലോ, ഇതിൽ ലോജിക്കില്ലല്ലോ ആ എന്ന് ഞാൻ ചോദിച്ചു ഒരാളോട്. ആ. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചത് എന്താ അറിയോ? ആ. അതല്ലേ താലിബാൻ. ലോജിക്കുള്ള കാര്യം ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാ താലിബാൻ? അത് നല്ല ആൻസറാണ്. എൻ്റെ മകനാ ചോദിച്ചത്. ആണല്ലേ, അതുകൊണ്ടാണ് താലിബാൻ. എന്തായാലും താലിബാൻ്റെ ഈ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരായിട്ട് പങ്കുവച്ചത്. ഇതിലെങ്ങനെയാണ് അവിടെ ഉള്ളവർ നേരിടാൻ പോകുന്നത് നമുക്കിനി കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.